ഇവിടെ നിന്നും പാലം കടന്നു ചെല്ലുന്നത് പെരിയാർ കടുവാ സങ്കേതത്തിലേക്കാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മുൻപ് ഇവിടം കടന്നു പോകണം, അല്ലെങ്കിൽ ഇവിടുത്തെ ഗേറ്റ് അടയ്ക്കും. ഇനി ഇവിടെ നിന്നും അഴുതമേട് കയറ്റം ആരംഭിക്കുകയാണ്. 3 കിലോമീറ്ററോളം ചെങ്കുത്തായ കയറ്റമാണ് കയറേണ്ടത്. അഴുതമേട് കയറ്റം എന്നത് പുണ്യപാപങ്ങളുടെ ഏറ്റക്കുറവറിയാൻ പറ്റിയതാണെന്ന് പഴമക്കാർ പറയും. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. ആവശ്യത്തിന് വിശ്രമമെടുത്ത് വെള്ളം കുടിച്ച് സാവകാശം മല കയറുക. കരിമല കയറ്റത്തേക്കാൾ ബുദ്ധിമുട്ടും അഴുതമേട് കയറ്റമാണെന്ന് തോന്നുന്നു. ശബരിമല പാതയിൽ കയറിപ്പോവേണ്ട അനേകം മലകളുടെ രാജാവാണ് ഈ അഴുതമേട് കയറ്റം. താഴെ നദീതീരമായതുകൊണ്ട് തന്നെ ആനക്കൂട്ടങ്ങൾ ധാരാളം ഇറങ്ങി വരുന്ന ഒരു ഭാഗവുമാണിത്. പല സ്ഥലത്തും ആനപ്പിണ്ടങ്ങളൊക്കെ കിടക്കുന്നതും കാണാം. പാറക്കൂട്ടങ്ങളും വേരുകളുമൊക്കെ നിറഞ്ഞ ഒരു പാതയാണിത്. ഇടയ്ക്ക് ചെറിയ വിശ്രമ സങ്കേതങ്ങളും ചെറിയ കടകളുമൊക്കെ കാണാം. മരങ്ങളുടെ മുകളിൽ ചില ഭാഗങ്ങളിൽ വനപാലകർ ഏറുമാടങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. സീസൺ കഴിയുമ്പോഴേക്കും ആനക്കൂട്ടങ്ങൾ ഈ പന്തലുകളുടെയൊക്കെ ശേഷിക്കുന്ന ഭാഗങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്യും. ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് കല്ലിടാംകുന്നിലേക്ക് എത്തി. ഇവിടവും വളരെ സൗകര്യമുള്ള ഒരു ഇടത്താവളമാണ്. ഭക്ഷണത്തിനും വിശ്രമത്തിനുമൊക്കെ സൗകര്യവുമുണ്ട്. ഇവിടെ വലതുവശത്തായി ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഒരു കുന്ന് കാണാം. ഈ കുന്നിന് മുകളിലായി ഒരു വൃക്ഷവും അതിൻ്റെ ചുവട്ടിലായി ഒരു തറയിൽ ഒരു ശിലയും വിളക്കും സമീപത്തൊരു ശൂലവുമൊക്കെ വെച്ചിരിക്കുന്നതും കാണാം. അയ്യപ്പന്മാർ ഈ വൃക്ഷത്തിന് പ്രദക്ഷിണം വെച്ച് കയ്യിൽ സൂക്ഷിച്ചിട്ടുള്ള ആ കല്ല് ഈ വൃക്ഷച്ചുവട്ടിൽ നിക്ഷേപിക്കുന്നു. വർഷങ്ങളോളം ഇങ്ങനെ കല്ല് നിക്ഷേപിച്ച് ഇവിടം ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഒരു കുന്നായി മാറിയിട്ടുണ്ട്. കല്ലിടാംകുന്ന് എന്ന പേര് വന്നതിന് പുറകിലും കുറച്ച് കഥകളുണ്ട്. ഭൂതനാഥ ഉപാഖ്യാനത്തിൽ ഇതിനെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. മഹിഷിയെ ദേവലോകത്തു നിന്നും ഭഗവാൻ എടുത്തെറിഞ്ഞപ്പോൾ അവളുടെ ആ ശരീരം വന്നു പതിച്ചത് ഈ അഴുതാ നദീതീരത്താണെന്നും ഇത് കണ്ട് ബ്രഹ്മദേവൻ ഭഗവാനോട് നിർദ്ദേശിച്ചു അത്രേ. മഹിഷിയുടെ ജഡം അലസയുടെ പൂർവ്വതീരത്തേക്ക് മാറ്റി പ്രസ്തരങ്ങളും പാഷാണജാലങ്ങളും ഇട്ട് അതിവേഗത്തിൽ മറയ്ക്കണം. ഇല്ലെങ്കിൽ അത് വിന്ധ്യന് തുല്യമായി വളർന്ന് സൂര്യചന്ദ്രന്മാരുടെ ഗതിയെ തന്നെ തടയും. പ്രസ്തരങ്ങൾ നിക്ഷേപിക്കുന്ന ഈ പർവ്വതം പിൽക്കാലത്ത് പ്രസ്തരാചലം എന്ന പേരിൽ പ്രസിദ്ധവുമാകും. ഇവിടെ അലസ എന്നുദ്ദേശിച്ചിരിക്കുന്നത് അഴുതാ നദിയെയാണ്. പ്രസ്തരം എന്നാൽ കല്ല്, ഉരുളൻപാറ എന്നൊക്കെയും അർത്ഥമാകുന്നു. മറ്റൊരു കഥയനുസരിച്ച് അയ്യപ്പസ്വാമിയും സേനാംഗങ്ങളും ഇഞ്ചിപ്പാറ കോട്ടയുടെ പ്രതിരോധ സമയത്ത് കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങ് നികത്തി ഉദയനന്റെ കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കാനായി പ്രയോഗിച്ച തന്ത്രമായും ഇവിടെ കല്ല് നിക്ഷേപിക്കുന്നതിനെ പറയുന്നുണ്ട്. പക്ഷേ അധികം പേരും ഈ കഥകളൊന്നും അറിയാതെ ആചാരങ്ങൾ മാത്രം പാലിച്ചു പോകുന്നവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തങ്ങളുടെ പാപഭാരത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ നിക്ഷേപിച്ചു പോവുക എന്നതായിരിക്കാം കല്ലിടാംകുന്നിൽ നാം കല്ലിടുന്നതിൻ്റെ മറ്റൊരു രഹസ്യം. കല്ലിടാംകുന്നിൽ നിന്നും ഉച്ചഭക്ഷണവും കഴിഞ്ഞ് യാത്ര ആരംഭിച്ചു. അടുത്തതായി നമ്മൾ എത്തിച്ചേരുന്നത് ഇഞ്ചിപ്പാറ കോട്ടയിലേക്കാണ്.